वरदैये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी നാരായണീ നമോസ്തുതേ. പഠനോപകരണ വിതരണവും ബോധവൽക്കരണ ക്ലാസും കരവാളൂർ ദേവിവിലാസം NSS കരയോഗ ഹാളിൽ സംഘടിപ്പിച്ചു. കരവാളൂരിൽ പ്രവർത്തിച്ചു വരുന്ന പീഡിക ഭഗവതി പ്രവാസി ഭക്തജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കരവാളൂർ ദേവിവിലാസം NSS കരയോഗം ഹാളിൽ പഠനോപകരണ വിതരണവും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ പുനലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. ഭക്തജന കൂട്ടായ്മ അംഗം TS ജയകുമാർ അധ്യക്ഷനായിരുന്നു. കവയത്രി വൃന്ദ പുനലൂർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു വലിയ സമ്പത്താണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു കുട്ടിയുടെ നേർക്ക് നടന്ന, ട്രെയിനിൽ വെച്ച് നടന്ന, അതും ഈ പുനലൂർ സ്റ്റേഷനിലാണ് കുട്ടീനെ അറസ്റ്റ് ചെയ്തത്, ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്. ഇതുപോലെയുള്ള ക്രൂരമായ പ്രവർത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേർക്ക് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഒരുപാട് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ വളരെ നിസ്സഹായരായ വ്യക്തികളാണ്. മുതിർന്ന വ്യക്തികളെ പോലെ തന്നെ അവർക്ക് സങ്കടങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ മുതിർന്ന മനുഷ്യർ അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സത്യമാണ്. പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ B പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു. സ്നേക് മാസ്റ്റർ വാവ സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു. അതോടൊപ്പം 250 പേജുള്ള ബുക്കാണ് അടുത്തത്, ബുക്കല്ല ഗ്രന്ഥം എന്നൊക്കെ പറയാം. 250 പേജ് അടിപൊളി. ചുമ്മാ ഈ പട്ടക്കുറത്തിരുന്നപ്പോൾ ഞാൻ വെച്ചൊരു കൊച്ചു മനുഷ്യശ്രീ ആയിരിക്കും, നല്ല വലിയ ഒരു വ്യക്തിത്വമാണ്. അതിൽ വളരെ സന്തോഷം. അപ്പൊ പറയാനുള്ളത് സത്യമാണ്. കുറെ പറഞ്ഞപ്പോ എനിക്ക് ഒരു ചെറിയ വിഷമം തോന്നിയത്, പുള്ളിക്കാരത്തി പറഞ്ഞ കുട്ടികളുടെ മേലെ നിന്നുണ്ടാവുന്ന അതിക്രമങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോ സാമൂഹിക പ്രവർത്തനമാണ്. ഒരുപാട് അമ്മമാര് പരാതി പറഞ്ഞ് എന്റെ അടുത്ത് വരാറുണ്ട്. പല കേസുകളിൽ ഞാൻ അല്ലാത്ത പോലീസിൽ നിന്ന് കൊണ്ട് കുട്ടികളെ മാനം കെടുത്താണ് അല്ലാത്ത രീതിയിൽ എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്താ പറയുക, നല്ല രീതിയിൽ ആ വ്യക്തിക്ക് മറുപടിയൊക്കെ കൊടുത്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പോഴാണ് എനിക്കൊരു കവിത ഓർമ്മ വരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ബാലേന്ദ്ര സാറിന്റെ ബാലേന്ദ്രസാറിന്റെ കവിത. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ശരിയല്ലേ? അടുത്ത തലമുറയ്ക്ക് ഇവിടെ വസിക്കണമെങ്കിൽ വളരെ കഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ആരുമില്ല. നമ്മുടെ കേരളത്തില് അപ്പന്മാരും അമ്മമ്മമാര് മാത്രമായി വരും. നമ്മളെ മക്കളൊക്കെ പഠിച്ച് ബുദ്ധികളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീടുണ്ടെങ്കിൽ വീട്ടിൽ കൂട്ടൊന്നും ഉണ്ടാവത്തില്ല, വീടിന് ആളുണ്ടാവും. വീടിനകത്തൊരു മങ്ങിയ ലൈറ്റ് ഉണ്ടാവും. അവിടെ പല്ല് കൊഴിഞ്ഞ ഒരു അപ്പനും ഒരു അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളെല്ലാം വിദേശത്താണ്. അമ്മ മരിച്ചാൽ പോലും അച്ഛൻ മരിച്ചാൽ പോലും അവർക്ക് ഇവിടെ വരാനായിട്ടുള്ള സമയമില്ല. ഭയങ്കര തിരക്കാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നാലോ ഇതൊന്ന് അടക്കം കഴിഞ്ഞാൽ ഉടനെ മടങ്ങിപ്പോണം. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവണത. ആ പ്രവണതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രവാസി കൂട്ടായ്മ, പീഡിക പ്രവാസി കൂട്ടായ്മ, ഭക്തജന കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ച് സാറിപ്പോ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ ഇതിനു വേണ്ടി ഇനി ഞാൻ പറഞ്ഞു പോണില്ലല്ലോ. അയ്യോ ഇല്ല, ഞാൻ ഒരാഴ്ചക്കകത്ത് പോകണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഓടിയെത്തുന്ന ഇവരെയൊക്കെ ഉള്ളവരെ നമ്മൾ പ്രത്യേകിച്ച്. ചടങ്ങിൽ യജ്ഞാചാര്യൻ മാത്ര സുന്ദരേശൻ ആശംസകൾ നേർന്നു. സ്വന്തം ദേശത്തെയോ ദേശദേവതയെയോ ദേശരക്ഷയെയോ ഒന്നും വിസ്മരിക്കാതെ ഇന്നും ആ സ്വന്തം ദേശത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആ ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപക്ഷെ ഒരു വലിയ ഭാവിയും കൂടി നമുക്ക് കാണുന്നുണ്ട്. അതിനുള്ള വലിയൊരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അത്തരമൊരു കാര്യം ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, സമൂഹം പരസ്പരം മനസ്സിലാക്കാതെയും കാര്യമുണ്ടോ കാര്യമില്ലയോ എങ്കിലും പരസ്പരം ശത്രുതയോടെയും കഴിയുന്നൊരു കാലഘട്ടത്തിൽ പോലും കൂട്ടിയോജിപ്പിക്കലിൻ്റെ മഹത്തായൊരു സന്ദേശം നൽകിക്കൊണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുവാനും അതിനപ്പുറം ഒരു നാട്ടിൽ അധിവസിച്ചുകൊണ്ട് മറ്റു ദേശങ്ങളിൽ പോയി ആ നാടിൻ്റെ പേര് വിവിധ ദേശങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ എത്തിച്ചിട്ടുള്ള ആളുകളെ അംഗീകരിക്കുവാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുകൂടി നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഒരു കാര്യം സത്യമാണ്, അംഗീകരിക്കുന്നവരെ നമ്മൾ പരിഗണിക്കുക തന്നെ വേണം. അവഗണിക്കുന്നവരെ
പരിഗണിക്കേണ്ട കാര്യവും ഇല്ല എന്നതാണ് വാസ്തവം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ പുനലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭക്തജന കൂട്ടായ്മയുടെ ഭാരവാഹികളെ, ബഹുമാനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ച പ്രവാസി കൂട്ടായ്മയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള വിവിധ വ്യത്യസ്തമായ ചിന്താഗതികളിലുള്ള നിരവധി പേരുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഭാവസുരക്ഷം സൂചിപ്പിച്ചതുപോലെ, ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുമ്പോൾ അവബോധം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സുരക്ഷ എന്ന മാർഗം, അല്ലെങ്കിൽ സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സേഫ്റ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും സുരക്ഷിതമായിരിക്കാൻ തക്ക രീതിയിലുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഈ സുരക്ഷാ മാർഗങ്ങളാണ് നമ്മളെ അവർ ഉപദേശിക്കുന്നത്. തീർച്ചയായിട്ടും സ്വസ്ഥമായ ഒരു ജീവിത ശൈലിക്ക് ഇത്തരം ചില സുരക്ഷിത മാർഗങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് ആ ജീവിതശൈലി രോഗങ്ങളാവട്ടെ, നമ്മുടെ നിത്യേനയുള്ള നമ്മുടെ പ്രയാണങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങളാവട്ടെ, ഇതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ ഈ മാർഗങ്ങൾ സ്വീകരിച്ചേ മതിയാവും. ചടങ്ങിൽ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർ അവതരിപ്പിച്ച കലാപ്രകടനവും ആദരവും നടന്നു. നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് എന്താ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു ദിവസത്തെ ഒരു ഡെയിലി ലൈഫ്, നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന ഒരു റൊട്ടീൻ എങ്ങനെയാണ്? രാവിലെ 4 മണിക്ക് എണീക്കുന്നവരാണോ? അമ്മ 4 മണിക്ക് വിളിക്കില്ലേ? ആണോ? ഇല്ല, 5 മണി, 6 മണി, 6 മണിക്ക് വിളിക്കും, അല്ലേ? അപ്പൊ നിങ്ങൾ എണീക്കുന്നതിനേക്കാളും മുമ്പ് ആരെണീക്കും? അമ്മ എണീറ്റിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കാപ്പി, അല്ലെങ്കിൽ കഴിക്കേണ്ട കാപ്പി, ഉച്ചയ്ക്കുള്ള ചോറ്, മുട്ട പൊരിച്ചത്, അല്ലേ, മീൻ പൊരിച്ചത്, അല്ലേ, ഇതൊക്കെ റെഡിയാക്കണ്ടേ? അപ്പൊ അവരങ്ങോട്ട് പോവാ. ആദ്യം കിച്ചണിൽ എന്തുകൊണ്ട്? രതീഷ് ശ്രീദുർഗ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ. 5 ബുക്ക് വാങ്ങുമ്പോൾ 6 ബുക്ക് ഫ്രീ. ക്ലാസ്മേറ്റ്സ് ബുക്സിന് 30% ഓഫ്. വാട്ടർ ബോട്ടിൽ, സ്കൂൾ ബാഗ്സ്, ടിഫിൻ ബോക്സ്, പെൻസിൽ ബോക്സ്, അംബ്രലാസ്, ലഞ്ച് ബാഗ്സ്, അങ്ങനെ എല്ലാ സ്കൂൾ ഐറ്റംസിനും വമ്പിച്ച ഡിസ്കൗണ്ട്. അതെ, ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിന് മറ്റെവിടെയും കിട്ടാത്ത വമ്പിച്ച ഡിസ്കൗണ്ടുമായി MK Silks.
കുട്ടികൾക്ക് ആവശ്യമായ സ്കൂൾ ബാഗ്, ലഞ്ച് ബാഗ്, ടിഫിൻ ബോക്സ്, പെൻസിൽ പൗച്ച്, അംബ്രലാസ്, ഷൂസ്, സോക്സ്, ഡ്രസ്, ഫാൻസി ഐറ്റംസ്, പെൻ, പെൻസിൽ, ബുക്സ്, അങ്ങനെ എല്ലാ സ്കൂൾ ഐറ്റംസും NK Silksന്റെ ബാക്ക് ടു സ്കൂൾ ഓഫറിൽ മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്തവണത്തെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് NK Silksനൊപ്പം. ലൊക്കേഷൻ മറക്കണ്ട, NK Silks, പുനലൂർ, കൊട്ടിയം. ഷോപ്പിങ്ങിനായും ഓഫേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും NK Silksന്റെ ഷോറൂം വിസിറ്റ് ചെയ്യൂ.